ഏറ്റവും ആ വാക്ക് യൂസ് ചെയ്യാമെങ്കിൽ ഏറ്റവും എന്താ പറയുന്നത് ക്ലീവേജ് എക്സ്പോസ് ചെയ്യുന്ന ലോ നെക്ക് ലൈനും ഈ മിനി സ്കർട്ട് ഇട്ട് സ്റ്റേജിന്റെ മേളിൽ കയറുമ്പോൾ അതിലുണ്ടാക്കുന്ന റിഫ്ലക്ഷൻസ് അവർക്കും കൂടെ ഉത്തരവാദിത്വമില്ലേ? അവരുടെ കണ്ണ് മഞ്ഞക്കണ്ണല്ലേ? അത് മഞ്ഞക്കണ്ണാണോ? അങ്ങനെ മഞ്ഞക്കണ്ണിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ രണ്ടുപേർക്കും ഇല്ലേ? അല്ല, അവരുടെ ഡ്രസ്സിംഗ് രണ്ടുപേർക്കും ഇല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ എനിക്ക് ശ്രീമതി രാവിലെ യാത്ര ചെയ്തു പോകുമ്പോ എത്രയോ സ്ത്രീകളെ കാണുന്നു. എത്രയോ സ്ത്രീകളോ അങ്ങനെയാണോ ഡ്രസ്? രാവിലെ എന്ത് കണ്ടുകൊണ്ട് ആ സ്ത്രീകളെ അല്ല, അവിടെയാണ് ആ ഡ്രസ് എന്തും കൂടെ ഒന്നും ഇല്ലേ? ഇനി അതിനൊരു സയന്റിഫിക് ഫാക്ട് കൂടെ പറയാം, അംഗീകരിക്കേണ്ട ഒരു സയന്റിഫിക് ഫാക്ട്. ആർക്ക് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സ്ത്രീയുടെ ലൈംഗികതയും പുരുഷന്റെ ലൈംഗികതയും വ്യത്യാസമാണ്. പുരുഷ ലൈംഗികത പ്രധാനമായി വിഷ്വലാണ്, സ്ത്രീ ലൈംഗികത പ്രധാനമായി മെന്റലാണ്. പുരുഷന്റെ ലൈംഗികത വൈഡും വൈൽഡുമാണ്, സ്ത്രീയുടെ ലൈംഗികത കുറെ കൂടെ പേഴ്സണലൈസ്ഡും സൈക്കോളജിക്കലുമാണ്. ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് വിഷ്വൽ സ്റ്റിമുല എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പം പോൺ ആൻഡ് എറോട്ടിക്ക കണ്ടന്റ് സ്ത്രീയുടെ ഓൾമോസ്റ്റ് 10 times കൺസംഷൻ പലപ്പോഴും പുരുഷന് വരുന്നത് ഈ വിഷ്വൽ സ്റ്റിമുലേഷൻ ആണ് പുരുഷന് കൂടുതൽ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അടക്കം ബൈബിൾ അടക്കം ഗീത അടക്കം പറയുന്ന രസകരമായ സങ്കല്പമുണ്ട്. ആണിന്റെ കണ്ണിനാണ് ആദ്യം മാന്യത വേണ്ടത്, അതോടൊപ്പം സ്ത്രീയുടെ വസ്ത്രധാരണത്തിന് മാന്യത വേണം. ഖുറാനിലെ വചനം തന്നെ എങ്ങനെയാണ്? ഫസ്റ്റ് പറയുന്നത് എന്താ അറിയോ? ആണിന്റെ കണ്ണിന് മാന്യത വേണം, എന്നിട്ടാണ് ഈ വസ്ത്രധാരണത്തിന് മാന്യത വേണം. സമാനം തന്നെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത്. അപ്പോൾ ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണം. എനിക്ക് ഹണി റോസ് ഒരു പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ്, നമ്മുടെ MLA തെലുങ്ക് സൂപ്പർ സ്റ്റാറിന്റെ ഒക്കെ നായികയായിട്ട് അഭിനയിച്ച വ്യക്തിയാണ്. തെലുങ്ക് സൂപ്പർ സ്റ്റാറിന്റെ അല്ലെങ്കിൽ അമല പോൾ പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാർ ആണ്. അപ്പൊ അവരൊക്കെ നല്ല മാതൃകകളാകണം. പബ്ബിൽ പോകുന്ന ഡ്രസ് ഇട്ട് ഇനോഗ്രേഷന് പോവുകയാണെങ്കിൽ വിമർശനങ്ങൾ വരും, ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനെങ്കിലും അവർക്ക് സാധിക്കണം. അതാണ് അവിടുത്തെ പോയിന്റ്. 2, അമല പോൾ ഇതേ ഡ്രസ് ഇട്ട് നമ്മുടെ ഏതെങ്കിലും 5 star ഹോട്ടലിലെ നൈറ്റ് ക്ലബിലോ മറ്റും പോയാൽ പ്രശ്നമല്ല. ഔചിത്യം എന്നൊരു കാര്യമുണ്ട്, അതൊരിക്കലും ഇല്ലീഗൽ ഒന്നുമല്ല. ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് പോവാം, ഇല്ലീഗൽ അല്ല, പക്ഷേ ഔചിത്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിമർശനമൊക്കെ വന്നപ്പം ഹണി റോസ് അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് വന്ന ഒരു ഡ്രസ്സുണ്ട്, വളരെ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചു. എല്ലാത്തിനും ഓവറായിട്ട് നമ്മൾ കുറച്ചൊക്കെ ഓവറായിട്ട് ഓവറാകരുതെന്ന് പറയും. പണ്ട് അല്ലു അർജുനെ വെച്ച് പറയുന്നൊരു ഡയലോഗാണ്. അല്ലു അർജുൻ എനിക്ക് തോന്നുന്നു ആര്യയിൽ പറയുന്ന ഡയലോഗാണ്, ഞാനേ ഓവറാണ്, നീ എന്നെക്കാട്ടി ഓവറാണോ എന്ന് അല്ലു അർജുൻ വില്ലനോട് ചോദിക്കും. അതേപോലെ കുറച്ചൊക്കെ ഓവറാകാം, പക്ഷേ ഓവറായിട്ട് ഓവറാകുന്നത് കൊണ്ടാണ് വലിയൊരു ശതമാനം. അതിന് ഒരു തെളിവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മുഖ്യമന്ത്രി, വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, കേരളത്തിലെ 99% മാധ്യമങ്ങൾ, പോലീസ് എല്ലാം ഹണി റോസിന്റെ കൂടെ നിന്നിട്ടും രാഹുൽ ഈശ്വറിനെ പോലെ വിരലെണ്ണാവുന്ന ആൾക്കാർ എതിർ വിമർശനം ഉന്നയിച്ചപ്പോൾ പൊതുസമൂഹത്തിലെ 90% ഞങ്ങളുടെ അഭിപ്രായത്തോടൊപ്പമായിരുന്നു. അത് ഹണി റോസിനോട് ബോച്ചെ പറഞ്ഞ ഡയലോഗ് 100% തെറ്റാണ്, അതിനൊരു തർക്കം പോലും ഇല്ല. ഇറ്റ്സ് ഒബ്വിയസ്ലി റോങ്. കാര്യം വേണമെങ്കിൽ ന്യായീകരിക്കാൻ പറ്റിയ ഷഫാഖ് നാസ് എന്ന ഹിന്ദി നേടിയെ കുറിച്ച് പറഞ്ഞാൽ അല്ല, നമുക്കെല്ലാം അറിയാമല്ലോ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്. അത് 100% തെറ്റാണ്. എന്നാൽ ബോച്ചയുടെ 25-30 വർഷത്തെ ജീവിതം അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യരുത്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ബ്ലഡ് ഡൊണേഷനും 100 കണക്കിന് വീടും 1000 ആൾക്കാർക്ക് ജോലിയൊന്നും ക്യാൻസൽ ആകരുത്. ഈ ബാലൻസ് ഞാൻ എടുത്തതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ബോച്ചയുടെ ന്യായീകരണമായിട്ടല്ല വന്നത്, ന്യായീകരണ ക്യാപ്സ്യൂളുമായിട്ടല്ല. ബോച്ചെ ചെയ്ത തെറ്റാണ്, ഹണി റോസും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് ബോച്ചെ ഇഷ്ടമാണ്, ഞാൻ പറയുന്നതിന് എന്താ മടി കാണിക്കുന്നത്. ബോച്ചെ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഒരുപാട് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹണി റോസിനെ അങ്ങ് ശ്രദ്ധിച്ച് കാണും. ഒരു വാക്കിൽ പോലും വ്യക്തിപരമായി ഡിമെയിൻ ചെയ്യുന്നൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. 2, എന്നാൽ നേരെ തിരിച്ച് ഹണി റോസ് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല ഇനി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല. ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കടുപ്പമുള്ള വാക്കുകളാണ്. നമ്മൾ ബോളിവുഡിലും ദാവൂദിന്റെ മാഫിയൊക്കെയാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്. ആരെങ്കിലും ഹണി റോസിനെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം. എനിക്ക് ഇന്നും ഹണിയോടുള്ള റിക്വസ്റ്റ് ഇനിയും കൂടുതൽ വരണം. 2 ദിവസവും പാലക്കാടൊക്കെ ഇവിടെ ഇനോഗ്രേഷൻ വീഡിയോ ഉണ്ട്, വളരെ നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. പ്ലീസ് റേച്ചൽ സിനിമ വന്നാൽ ഞാൻ ആദ്യ ദിവസം തന്നെ പോയി കാണും. ഇത് കാരണമാണ് മാറ്റി വെച്ചതെന്നും അല്ലാന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ സിനിമയൊക്കെ ഹിറ്റാവട്ടെ. ഇതൊരു സൊല്യൂഷൻ സെൻട്രിക് ആയിട്ട് പോകണം, അടിപിടി കൂടി കണ്ടിന്യൂസ് ആയി പോവല്ല, സൊല്യൂഷൻ സെൻട്രിക് ആയി പോകണം. എനിക്ക് സിനിമാ രംഗത്ത് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ളതാണ്. ഒരു സൊല്യൂഷൻ സെൻട്രിക് ആയി കാര്യത്തിൽ പോകണം. ഹണി റോസിനും എല്ലാ നന്മയും ഉണ്ടാകട്ടെ, ബോച്ചയ്ക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ. അത് 2 പേരുടെയും ജീവിതത്തിലെ ഒരു ഡാർക്ക് എപ്പിസോഡാണ്. ആ എപ്പിസോഡ് കഴിഞ്ഞു. അത് കുഞ്ഞികൃഷ്ണൻ സാർ രൂക്ഷമായി ബോച്ചയെ വിമർശിച്ചു, എന്നാൽ കനിവും കാണിച്ചു. കുഞ്ഞിക്കണ്ണൻ സാറിന്റെ ആ വാക്ക് സമീപകാലത്ത് ഒരു ഹൈക്കോടതി ജഡ്ജിയും പറയാത്തതാണ്. വേണമെങ്കിൽ 2 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി 2 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി അകത്തിടുമെന്ന് വരെ പറഞ്ഞു. അപ്പോൾ സ്ട്രോങ് ആയി പറഞ്ഞു, എന്നാൽ അദ്ദേഹം ഒരു കനിവും കാണിച്ചു. സോ നല്ലൊരു ബാലൻസ് ആയിരുന്നു, നല്ലൊരു പാഠമാണ് കുഞ്ഞികൃഷ്ണൻ സാർ നമുക്ക് തന്നത്. അരുണിന്റെ കേസിലും ഇല്ലെങ്കിലേ ഇപ്പം അരുണിന്റെ കേസ് അങ്ങ് ഒന്ന് ആലോചിച്ചാൽ മതി. രാഹുൽ ഈശ്വറിനാണ് ആ സെയിം ഡയലോഗ് പറ്റിയിരിക്കട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു ചാനലിന് വേണ്ടി അവിടെ പോയിട്ട് നീ കഴിഞ്ഞ ദിവസം ആ കുട്ടിയെ കണ്ട ഇല്ലല്ലേ എന്ന് പറഞ്ഞാൽ ഇതൊരു അവസരമായിട്ട് എടുത്ത് പോലീസുകാരനെ ഒരാഴ്ച ജയിലിടുവരും. എനിക്കൊരു സംശയവുമില്ല. പോലീസുകാർ ഇതൊരു അവസരമാക്കി എടുത്ത് അതിരൂക്ഷമായ പോക്സോ കേസാണ് ഇതിന് മിന്നൊക്കെ പറഞ്ഞിടുമായിരുന്നു. എനിക്കാണെങ്കിൽ മറ്റേ ഉദയഭാനു സാറിനെയോ നമ്മുടെ ഇദ്ദേഹത്തെയോ രാമപിള്ള സാറിനെയോ ഒന്നും എൻഗേജ് ചെയ്ത് എന്റെ മക്കൾക്ക് കിട്ടാനുള്ള കാശാണ്. ഞാനും
ഇത് പാർട്ടി ഇൻ പേഴ്സൺ വാദിക്കാൻ സമ്മതിക്കുമെന്നും എനിക്കറിയില്ല, പക്ഷെ സമ്മതിക്കുമെങ്കിൽ ഞാൻ വാദിക്കും. സോ ഇതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് അവസാനത്തിലേക്ക് വരുമ്പോൾ, ഒന്ന് നമുക്കൊരു സെൻസ് ഓഫ് ബാലൻസ്, രണ്ട് ഈ 1-2 ടോക്സിൽ ദയവായി നിങ്ങളൊരു പോള് കൊടുക്കണം. ആ പോള് നമ്മുടെ അച്ഛന്, നമ്മുടെ സഹോദരന്, നമ്മുടെ മകന്, നമ്മുടെ സുഹൃത്തിനു വേണ്ടിയുള്ള ഒരു പോളാണ്. പുരുഷ കമ്മീഷനെ നിങ്ങൾ അംഗീകരിക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട് ഒരു 75, 4/3 ആൾക്കാരും, ചിലപ്പം 90 സപ്പോർട്ട് ചെയ്യും, പക്ഷെ കുറച്ച് വിനയം കൊണ്ട് 4/3 ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് പറയും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.